നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പായിപ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പത്രിക നൽകിയത്. ഇരു മുന്നണി സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലുമാണ്. ഫെബ്രുവരി 24-ാം തീയതി പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF പ്രവർത്തകർക്കൊപ്പം പ്രകടനമായെത്തിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സീന ബോസ് പത്രിക സമർപ്പിച്ചത്. പായിപ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത്. വിജയം ഉറപ്പാണെന്നും ജനങ്ങൾക്കൊപ്പം മികച്ച പ്രവർത്തനം നയിച്ചു മുന്നോട്ടു പോകുമെന്നും സീന ബോസ് പ്രതികരിച്ചു. കഴിഞ്ഞ 10-20 വർഷമായിട്ട് രാഷ്ട്രീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തന പാരമ്പര്യം എനിക്കുണ്ട്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ 10ാം വാർഡ് പ്രതിനിധീകരിക്കുന്ന വാർഡ് ഉൾപ്പെടെ ഞാൻ മത്സരിച്ചതാണ്. അന്ന് 171 വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് ആ വാർഡിൽ നിന്നുണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് യാതൊരു മടിയോ ഉദ്ദേശമോ ഒന്നും എനിക്കില്ല. ഇനിയും ഒരു ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് അവരുടെ എല്ലാ വിഷയങ്ങളിലും അവരുടെ ഒപ്പം നിന്ന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഞാൻ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു. UDF പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥിയായ സുജാത ജോൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകിയത്. വാർഡിലെ ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനത്തിനായിരിക്കും മുൻതൂക്കം നൽകുകയെന്ന് സുജാത ജോൺ പറഞ്ഞു. പായിപ്ര ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. വാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ മുഴുവൻ പങ്കാളിത്തവും ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. 7-ാം തീയതി പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 10ാം തീയതി പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. 24-ാം തീയതി വോട്ടെടുപ്പും 25-ാം തീയതി ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.